പ്രശസ്ത വൃക്കരോഗ വിദഗ്ധൻ ഡോക്ടർ ജോർജ് പി എബ്രഹാമിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. നെടുമ്പാശ്ശേരി തുരുത്തിശ്ശേരിയിലെ ഫാം ഹൌസിൽ മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. 2500-ലേറെ വൃക്ക മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട്. മൃതദേഹം അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിലേക്ക് മാറ്റി. ലിഡിയ, ഡോക്ടറുടെ മരണത്തിൽ ദുരൂഹതകൾ എന്തെങ്കിലും ഉണ്ടോ? ആത്മഹത്യയെന്നാണോ കരുതുന്നത്? ദിവ്യ, പ്രാഥമികമായ ആത്മഹത്യ എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ പ്രമുഖനായ വൃക്കരോഗ വിദഗ്ധനാണ്, വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിദഗ്ധനാണ് ഡോക്ടർ ജോർജ് പി എബ്രഹാം. ഇന്നലെ രാത്രി നെടുമ്പാശ്ശേരിയിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇദ്ദേഹത്തിന്റെ നെടുമ്പാശ്ശേരി തുരുത്തിയിലുള്ള ഫാം ഹൌസിലാണ് ഇത്തരത്തിൽ ഇദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സുഹൃത്തുക്കൾക്കൊപ്പം സ്ഥിരമായി അദ്ദേഹം ഈ ഫാം ഹൌസിൽ ചിലവഴിക്കാനായി പോകാറുണ്ടായിരുന്നു. അത്തരത്തിൽ ഇന്നലെ ഇത്തരത്തിൽ അദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഇന്നലെ ഇദ്ദേഹത്തോടൊപ്പം ഇദ്ദേഹത്തിന്റെ സഹോദരനും മറ്റൊരാളും കൂടെ ഉണ്ടായിരുന്നു. അവർ ഫാം ഹൌസിൽ നിന്ന് തിരിച്ച് വന്നതിന് ശേഷമാണ് ഇത്തരത്തിൽ അദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നിലവിൽ മൃതദേഹം അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നാളെ പോസ്റ്റ്മോർട്ടം നടപടികൾ കാര്യങ്ങളുമൊക്കെ നടക്കും. ദിവ്യ, ശരി. പ്രശസ്ത വൃക്കരോഗ വിദഗ്ധനായ ജോർജ് പി എബ്രഹാമിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ലിഡിയ ജേക്കബാണ് വിശദാംശങ്ങൾ നൽകിയത്.